ഒന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും എഴുതിക്കോ. അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതല്ല ഞങ്ങൾ എഴുതണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 10 അല്ല എത്ര എഴുതണമെങ്കിലും തയ്യാറാണ്. പക്ഷേ ആ എഴുതുന്നത് അംഗീകരിക്കും ഞങ്ങളെന്ന് നിങ്ങൾ പറയുകയും അത് വ്യവസ്ഥയായി എഴുതുന്നും പറയണം. ഒരു കയറൂരി വിടലും ഇവിടെ ഇല്ല. വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏത് തഫ്സീറുകളും നിങ്ങൾക്ക് ഉദ്ധരിക്കാം, ഏത് ഭാഷാഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ഏത് തഫ്സീറുകളും ഏത് ഭാഷാഗ്രന്ഥങ്ങളും ഞങ്ങൾ ഉദ്ധരിക്കും. എന്നാൽ ആ ഭാഷാഗ്രന്ഥം ഞങ്ങൾ ഉദ്ധരിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ധരിച്ച തഫ്സീർ സ്വീകാര്യമല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തെളിയിക്കാം. പക്ഷേ ഞങ്ങൾ ഉറച്ചിപ്പിച്ച് പറയുന്നു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് തെറ്റാണ് എന്ന് ഞങ്ങൾ തെളിയിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇതാണ് പ്രായോഗികം. കാരണം കണ്ടില്ലേ, ഇപ്പോഴെങ്കിലും നമുക്ക് നോക്കാം 10 എഴുതാൻ നേരത്തെ പോയ ആൾ എഴുതിയിട്ടുണ്ടാവും. 10 അതിൻ്റെ മുൻഗണനാക്രമവും എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അത് അപ്രായോഗികമാണ്. ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു തഫ്സീർ, ഇപ്പൊ തുബരി, ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും ഈ തഫ്സീറാണ് ഒന്നാമതായി പരിഗണിക്കേണ്ടത്. ഏത് വിഷയത്തിലും ഏത് ആയത്തിൻ്റെ കാര്യത്തിലും തൊബരി എന്താണോ പറഞ്ഞത് അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്, പിന്നെ വേറൊന്നും നോക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയില്ല പണ്ഡിതന്മാർ. തൊബരിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്, പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തൊബരി പറഞ്ഞത് എല്ലാ വിഷയത്തിലും അംഗീകരിക്കണം എന്നല്ല. അവർ മുഫസ്സിറുകൾ തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ തഫ്സീറും പറഞ്ഞ് അതിൻ്റെ മുൻഗണനാക്രമം പറഞ്ഞ് അപ്പോൾ ഓരോ ആയത്തും ഇപ്പം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഈ ആയത്തിന് ഏത് തഫ്സീർ പരിഗണിക്കണം, അതിൽ ഇന്ന തഫ്സീറുകൾ എതിരായാൽ ഏത് പരിഗണിക്കണം, വ ഖാല റബ്ബുക്കും ഉദ്ഊനി, ഈ ആയത്തിൽ ഏത് തഫ്സീർ പരിഗണിക്കണം. ഇതൊക്കെ അപ്രായോഗികമാണ്, നടക്കാത്ത കാര്യമാണ്. ഇത് നടക്കാത്ത കാര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത് ഇത് നടക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കും അറിയാം ഇത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടാക്കി ഇതുവരെ എഴുതാൻ കഴിയാതിരുന്നത്. 10 വെറും 10 അതിന്റെ മുൻഗണനാക്രമവും നടക്കുന്ന കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാണ്. കാരണം ഒരൊറ്റ തഫ്സീർ കൊണ്ട് തൗഹീദും ശിർക്കും തെളിയിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. തൊബരിയുടെ തഫ്സീർ സ്വീകരിക്കാൻ പറ്റുമോ മുഴുവൻ നിങ്ങൾ ചോദിക്കുമ്പോൾ കുറേ ഭാഗങ്ങൾ സ്വീകരിക്കാൻ പറ്റൂല എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഈ മോശപ്പെട്ട നിലവാരം നിങ്ങളുടെ അടുക്കലുള്ളത് കൊണ്ടാണ് പറയുന്നത് ഏത് തഫ്സീറാണെന്ന് നിങ്ങൾ എഴുതണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം തഫ്സീറിൽ നിന്ന് സ്വീകരിക്കുക. അത് തൊബരിയാണെങ്കിലും ഇബ്നു കസീർ ആണെങ്കിലും മറ്റാരാണെങ്കിലും എന്ന നിങ്ങളുടെ വികടമായ നയം അത് ശരി മനസ്സിലാക്കി കൊടുക്കാനും ജനത്തിന് ബോധ്യപ്പെടുത്തുവാനായി സംസാരിക്കുന്നത്. അപ്പം തഫ്സീർ ഇബ്നു ജരീറും തഫ്സീർ തൊബരിയും നിങ്ങൾക്ക് പൂർണ്ണമായി സ്വീകാര്യമല്ല അല്ലേ അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ളത് എടുക്കുക, ഇഷ്ടമുള്ളത് തള്ളുക എന്ന ആ നയത്തിന് ശരിക്കും തടയിടാൻ വാദപ്രതിവാദത്തിൽ കയറൂരി വിടാതെ പോകാൻ തന്നെയാണ് വ്യവസ്ഥ. സംവാദത്തിനുള്ള വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥൻ്റെ വാക്ക് നിങ്ങൾക്കറിയാലോ ആ അർത്ഥം. അപ്പോൾ ആ വ്യവസ്ഥ പ്രകാരം നിങ്ങൾ പറയുന്നത് എന്ത് തഫ്സീറാണെങ്കിൽ ആ തഫ്സീർ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പറയുന്ന തഫ്സീർ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതല്ലേ അറിയേണ്ടുള്ളൂ. ഭാഷാഗന്ധങ്ങളിൽ നിന്നാണെങ്കിൽ ഭാഷയ്ക്ക് നിങ്ങൾ അവലംബിക്കുന്ന ഏത് ഭാഷാഗന്ധങ്ങളും നമ്മൾക്കറിയാലോ, രണ്ടു കൂട്ടർക്കും ഭാഷാഗന്ധം. അപ്പം ആ ഭാഷാഗന്ധങ്ങളിൽ നിന്ന് ഏതാണ് നിങ്ങൾ സ്വീകരിക്കുക, ഏത് നിങ്ങൾ അംഗീകരിക്കുമെന്ന് എണ്ണ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എഴുതിക്കോ, ഒന്നേ ഉള്ളൂങ്കിൽ 1 എഴുതിക്കോ, 2 ആണെങ്കിൽ 2 എഴുതിക്കോ. 10 തഫ്സീർ ഞങ്ങൾക്ക് എഴുതാൻ കഴിയഞ്ഞിട്ടല്ല. 10 തഫ്സീർ ഞങ്ങൾ പറയുന്നു, 10 തഫ്സീർ ഞങ്ങൾ എഴുതി തന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കും, അത് വ്യവസ്ഥയിൽ എഴുതും. 2 കൂട്ടരും പറയുന്നത് പ്രമാണമായിട്ട് അതിനെ അംഗീകരിക്കും എന്ന ഒരൊറ്റ ശരി നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ ഞങ്ങൾ അതോടുകൂടെ അധ്യക്ഷന്മാരത് എഴുതും. ഒരു പ്രശ്നമല്ല. 10 തഫ്സീർ വായിക്കാം, ഒറ്റടിക്ക് വായിക്കാം. 10 അല്ല അതിലപ്പുറം തഫ്സീറും കിട്ടും. നിങ്ങൾക്ക് 10 തഫ്സീർ എഴുതാൻ കഴിയും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ നേരമല്ല പറയുന്നത് ഞങ്ങൾ എഴുതും. 10 തഫ്സീർ മുൻഗണനാക്രമത്തിൽ എഴുതൽ അപ്രായോഗികമാണെന്നാണ് ഞാൻ പറഞ്ഞത്. 10 തഫ്സീർ എഴുതിയിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും തൊബരി ഇബ്നു കസീർ ഖുർത്തുബി എന്നിങ്ങനെ എഴുതി തൊബരി ഇബ്നു കസീറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, തൊബരിയും ഖുർത്തുബിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, തൊബരിയും റാസിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, റാസി ഇബ്നു കസീറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, റാസിയും ഖുർത്തുബിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതിന് മുൻഗണന നൽകണം എന്ന് എഴുതാൻ കഴിയില്ല. ഞങ്ങൾ ഇവിടുന്ന് ആൺകുട്ടികളെ പോലെ പറയുന്നു, കഴിയില്ല കഴിയില്ല കഴിയില്ല. കഴിയുമെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കാണിക്കും. എഴുതി കാണിക്കും. നിങ്ങൾ എത്ര നേരമായി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ മുൻഗണനാക്രമം.
ഞാൻ പറഞ്ഞു നിങ്ങൾ തെളിയിക്ക്. ഞങ്ങൾ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നത് തെറ്റി പറഞ്ഞോന്നല്ല. തൊബരി തഫ്സീറാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ തൊബരി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് തൊബരിയിലുള്ള എല്ലാവരും അംഗീകരിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. തൊബരിയിലുള്ള ഒന്നും അംഗീകരിക്കാൻ പാടില്ലാത്തതുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ തൊബരിക്ക് പ്രാമുഖ്യമുണ്ട് എന്നതുകൊണ്ട് ആ തൊബരി പറഞ്ഞതാണ് എല്ലാം ശരി എന്നല്ല. അതിലെ പണ്ഡിതന്മാർ അതിന് വിരുദ്ധമായ തഫ്സീറുകൾ നൽകിയിട്ടുണ്ട്, അതിനുള്ള ന്യായം പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ തഫ്സീർ തൊബരി ആ വിഷയത്തിൽ മാറ്റിവെക്കാനുള്ള ന്യായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നും എടുത്തിട്ട് സ്വഹാബി അലി ഇബ്നു അബി ത്വാലിബ്, ഇബ്നു അബ്ബാസ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ആർക്ക് മുൻഗണന നൽകണം? താബികളിൽ വന്നു മുജാഹിദും ഇക്രിമയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ആർക്ക് മുൻഗണന നൽകണം? ഇങ്ങനെ ഓരോന്നും എടുത്തെഴുതുക എന്നത് അപ്രായോഗികമാണ്. അത് അപ്രായോഗികമെന്ന് ഞങ്ങൾ പറഞ്ഞു, അംഗീകരിച്ചു. പിന്നെ നിങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞു ഏത് തഫ്സീറും. നിങ്ങൾക്ക് എന്താ അംഗീകരിക്കാൻ എത്ര പേടി? നിങ്ങൾക്ക് ഏതാ പറ്റാത്തത്? നിങ്ങൾക്ക് കുറെ പറ്റുന്നില്ല അല്ലേ? ഞങ്ങൾ പറഞ്ഞു ഏത് ഞങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റാത്തതുണ്ട്, നിങ്ങൾ പറ്റാത്തത് പറഞ്ഞോ. നിങ്ങൾക്ക് പറ്റാത്തത് പറഞ്ഞോ, അത് ഞങ്ങൾ മാറ്റിവെച്ചുതരാം. ഈ തഫ്സീറുകൾ ഭൂമിയുടെ മുകളിലുള്ള ഏത് തഫ്സീറും ഞങ്ങൾക്ക് പറ്റുമെന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് പറ്റാത്തത് ഏതാ? ഭൂമിയുടെ മുകളിലുള്ള ഏത് തഫ്സീറും ഉദ്ധരിച്ചോ എന്ന് പറഞ്ഞ് ഹനീഫ മൗലവി പുകമറ സൃഷ്ടിക്കരുത്. ഭൂമിയുടെ മുകളിലുള്ള ഒരു തഫ്സീർ ഇങ്ങോട്ട് പറ, അതിവിടെ രേഖപ്പെടുത്തി വെക്കേ, നമുക്ക് അതുമായിട്ട് സംവദിക്കാം, ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാം. അപ്രായോഗികമാണെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു അപ്രായോഗികത ഇല്ല. അപ്രായോഗികമല്ല, 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 പ്രായോഗികമാണ്, പ്രായോഗികമാണ്, പ്രായോഗികമാണ്. തഫ്സീർ പറയാൻ കഴിയും, കഴിയും, കഴിയും. എന്തുകൊണ്ടാണ് ഞങ്ങൾ എഴുതാത്തത്? നിങ്ങൾ എഴുതുന്ന തഫ്സീർ ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നുമില്ല, എഴുതുന്നുമില്ല. നിങ്ങൾ അംഗീകരിക്കുമെന്ന് വാക്ക് തന്നാൽ അപ്പോൾ എഴുതാൻ കഴിയും. പ്രായോഗികമാണ്, പ്രായോഗികമാണ്, പ്രായോഗികമാണ്. കഴിയും, കഴിയും, കഴിയും. ഞങ്ങൾ തന്നതുപോലെ ആൺകുട്ടികളെ പോലെ ആർജവത്തോടുകൂടി നിങ്ങൾ സംസാരിക്കുക. ഞങ്ങൾ എഴുതുന്ന തഫ്സീറുകൾ കൊണ്ട് അപ്രായോഗികമാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. നിങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന ഒരു പോയിന്റ് അല്ല ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ അപ്രായോഗികമാണെങ്കിൽ നിങ്ങളൊക്കെ പോലെ ഞങ്ങൾക്കും ബാധകമാണ്. നിങ്ങളെ തെരഞ്ഞു പിടിച്ച് മുഫസ്സിറുകൾ ആക്രമിച്ചിട്ടു ഉണ്ടെന്നാണ് നിങ്ങൾ ആ സൂചിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. എങ്കിൽ നിങ്ങളുടെ ആശയത്തിൻ്റെ വൈകല്യമാണത്. അതുകൊണ്ട് കഴിയും, തഫ്സീറുകൾ ഞങ്ങൾ എഴുതും. ആൺകുട്ടികളെ പോലെ നിങ്ങൾ എഴുതുന്ന തഫ്സീർ ഗ്രന്ഥവും ഭാഷാഗ്രന്ഥവും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ എഴുതുന്നത് തയ്യാറാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഇൻഷാ അല്ലാഹ് എഴുതിത്തരും. അതുകൊണ്ട് കഴിയും, കഴിയും, കഴിയും. പ്രായോഗികമാണ്, പ്രായോഗികമാണ്, പ്രായോഗികമാണ്. ആൺകുട്ടികളെ പോലെ ഒരു വ്യവസ്ഥയ്ക്ക് നിൽക്കാൻ തയ്യാറാകുക. ആ വ്യവസ്ഥയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആൺകുട്ടികളെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, തെളിയിക്കണം. 10 തഫ്സീർ മുൻഗണന ക്രമത്തിൽ എഴുതി തെളിയിക്കാൻ കഴിയണം. ഇതാ 10 തഫ്സീർ ഞങ്ങൾ എഴുതി, അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും തഫ്സീർ എതിര് വന്നാൽ ഇതാണ് പരിഗണിക്കേണ്ടത്, രണ്ടാമത്തെ മൂന്നാമത്തെ എതിര് വന്നാൽ ഇതാണ് പരിഗണിക്കേണ്ടത് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കഴിയില്ല നിങ്ങൾക്ക്. അതാ അപ്രായോഗികമെന്ന് ഞങ്ങൾ പറഞ്ഞത്. പ്രായോഗികമാണെന്ന് തെളിയിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആൺകുട്ടികളെന്ന് പറയലല്ല, തെളിയിക്കുക വേണ്ടത്. എഴുതി കാണിക്കുക, ഇതാ എടുത്ത് കാണിക്കുക, കടലാസ് ഇതാ എഴുതിയിട്ടുണ്ട്. കഴിയില്ല, നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ കഴിയില്ല. അതാ ഞങ്ങൾ പറഞ്ഞത് അപ്രായോഗികമാണ്. ഇനി അവിടുന്ന് പോയാൽ ഏത് തഫ്സീറിൽ ഓരോ ആയത്തും ചർച്ച ചെയ്യണമെന്ന് പറയാ വേണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഏത് തഫ്സീറിന് മുൻഗണന, ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തിന് ഏത് തഫ്സീറിന് മുൻഗണന, രണ്ടാമത്തെ ആയത്തിന് ഏത് തഫ്സീറിന് മുൻഗണന, ഇതൊക്കെ അങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് ഈ ചർച്ചയെ നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾ വിചാരിച്ചത് പ്രാർത്ഥന എന്ന വിഷയം ഇവിടെ ഉൾപ്പെടില്ല, ഇവിടുന്ന് തെറ്റിപ്പോകാന്നാണ്. പ്രാർത്ഥന എന്ന വിഷയം ഇതിൽ ഉൾക്കൊണ്ടതോടുകൂടി, ഈ നുസ്രത്ത് ഞങ്ങൾ ആയുധമാക്കിയതോടുകൂടി നിങ്ങളുടെ ഭയം ഞങ്ങൾ തിരിച്ചറിയുന്നു, നിങ്ങളുടെ അനുയായികളും തിരിച്ചറിയുന്നു. നിങ്ങൾ ഒഴിഞ്ഞു മാറിയത് നാദാപുരത്ത് എന്തിനു ഒഴിഞ്ഞു മാറിയെന്ന് ഇപ്പൊ വളരെ കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അപ്പോ ഞങ്ങൾ പറയുന്നു ഏത് തഫ്സീറും പറയാം, ഏത് ഭാഷാഗ്രന്ഥവും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. പക്ഷേ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഭാഷാഗ്രന്ഥം, നിങ്ങൾ ഉദ്ധരിക്കുന്ന തഫ്സീർ, നിങ്ങൾ ഉന്നയിച്ച ഈ വാദത്തിന്, പച്ചയായ ശിർക്കൻ വാദത്തിന് തെളിവല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എഴുതി വെച്ച മാനദണ്ഡം ഉപയോഗിച്ച് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങളൊരു മാനദണ്ഡാക്കി കൊണ്ടുവരുന്നല്ല പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയിട്ട് ഒളിച്ചു വെക്കും, എന്നിട്ട് അന്ന് ആടുന്ന ഇലക്ഷന് പെട്ടി തുറക്കണമാതിരി തുറക്കുമെന്നല്ല പറയണത്. നിങ്ങളെ പണ്ഡിതന്മാർ എഴുതി വെച്ച, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും നിങ്ങളും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എഴുതി വെച്ച മാനദണ്ഡങ്ങൾ എടുത്ത് തുറന്നായിട്ട് കാണിച്ചു തരും. ഇമാം ഷാഫിന്റെ റിസാല മുതൽ തുടങ്ങിക്കോ,
അവിടെ നിന്ന് താഴോട്ട് ഈ ഉസൂലുകൾ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ വെച്ച് തെളിയിച്ച് തരും ഞങ്ങൾ. അത് തെളിയിക്കാനുള്ള പ്രാപ്തി ഞങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് തെളിയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായി, അതായത് ഹനീഫ മൗലവിക്ക് ഭയമുണ്ടെന്ന് മനസ്സിലായി. ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഒരേ തഫ്സീർ അല്ലെങ്കിൽ ഒരേ ഭാഷാഗ്രന്ഥം എന്നതിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കണം എന്ന് സംസാരിച്ചപ്പോൾ, ആ വിഷയം പറഞ്ഞപ്പോൾ ഭയമുണ്ടെന്നും മനസ്സിലായി. കാരണം എന്താ? ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് ഇവരുടെ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെ മഹാപണ്ഡിതന്മാരുടെയും കഴിഞ്ഞുപോയ ഉമ്മത്തിനെയും മുഷിരിക്കാക്കുന്ന പരിപാടി ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് അസാധ്യമായതുകൊണ്ട് വളയമില്ലാതെ ചാടി ഇച്ഛയ്ക്കൊത്ത് ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിച്ച തരുകിട അത് നടക്കൂലാത്തത് കൊണ്ട് ഇപ്പോൾ ഭയമുണ്ടെന്ന് മനസ്സിലായി. അതാണ് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച മാനദണ്ഡമില്ലേ എന്ന് ചോദിക്കുന്നു. പറഞ്ഞോ, ഞങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച മാനദണ്ഡോ നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച മാനദണ്ഡോ അത് പുറത്തുള്ളതാണ്. ആ മാനദണ്ഡം ഇവിടെ നിന്ന് രേഖപ്പെടുത്തി പോണെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് രേഖപ്പെടുത്തി പോയാൽ നിങ്ങൾ പറയുന്ന അത് ആരുടേതുമായിക്കോട്ടെ, ആ മാനദണ്ഡം കൊണ്ട് ഏതു ഭാഷാഗ്രന്ഥമാണ്, ഏത് തഫ്സീർ ഗ്രന്ഥമാണ്, അതുകൊണ്ട് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ എഴുതാത്തല്ല, നിങ്ങൾ തിന്നുന്നുമില്ല തീറ്റിക്കുന്നുമില്ല എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങളൊട്ട് തിന്നോ ഇല്ല, എന്നാൽ ചങ്ങാതിമാരെ ഞങ്ങൾ തിന്നു കാണിച്ചു തരാം, അത് നിങ്ങൾ അതിനും സമ്മതിക്കൂല. നിങ്ങൾ മാനദണ്ഡം ഏത് ഭാഷാഗ്രന്ഥമാണ്, ഏത് തഫ്സീർ ഗ്രന്ഥമാണെന്ന് പറയൂ. അർജബത്തോടെ ആൺകുട്ടികളെ പോലെ ഞങ്ങൾ പറയുന്നു, അതേ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് അതേ ഗ്രന്ഥത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ തെളിയിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ധരിച്ചോന്നല്ല, ഞങ്ങൾ അത് അംഗീകരിക്കാം. ഉദ്ധരിച്ചോന്നല്ല, അവിടെയാണ് നിങ്ങളുടെ തരികട. ഞങ്ങളത് അംഗീകരിക്കാം, നിങ്ങൾ എഴുതുന്ന തഫ്സീർ അംഗീകരിക്കാം എന്ന് പറഞ്ഞാൽ എഴുതുക തന്നെ ചെയ്യും. വളയമില്ലാതെ ചാടി മുൻഗാമികളെ മുഷിരിക്കാക്കുന്ന പരിപാടി നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോഴാണ് മാനദണ്ഡവും ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്താത്തത്. ഒരു ഗ്രന്ഥവും നിങ്ങളെ സാധൂകരിക്കുന്നില്ല, ഒരു ഗ്രന്ഥവും നിങ്ങളെ ന്യായീകരിക്കുന്നില്ല, ഒരു തഫ്സീർ ഗ്രന്ഥവും നിങ്ങളെ ശരിവെക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ആശങ്ക, അതാണ് നിങ്ങളുടെ ഭയം. ഖിയാമത്ത് നാളെ വരെ നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. വ്യവസ്ഥയ്ക്ക് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് പോസ്റ്റ് കുത്താൻ കഴിയില്ല. നിങ്ങൾക്ക് എഴുതാൻ ഞാൻ പറഞ്ഞല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ എഴുതി, നിങ്ങൾ എഴുതി കാണിക്ക്. നിങ്ങൾക്ക് എന്ത് സുഖ എഴുതിയിട്ട് ഈ ജനങ്ങളോട് പറയുക ഇവർ അപ്രായോഗിക എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഇത് എഴുതി കാണിച്ചിരിക്കുന്നു, ഇനി ഇത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോന്ന് എന്നിട്ട് ചോദിക്ക്. നിങ്ങൾ അപ്രായോഗികമായ ഒരു കാര്യം ചെയ്യുന്നു പറയാ, എന്നിട്ട് ഞങ്ങളത് അംഗീകരിക്കാന്നോ? നിങ്ങൾ അതാ തെളിയിക്കണ്ടേ. ഇതാ ഞങ്ങൾ എഴുതിയിരിക്കുന്നു ഒരു 25 തഫ്സീർ അല്ലെങ്കിൽ 10 തഫ്സീർ, ഈ 10 തഫ്സീറുകളിലെ മുൻഗണനാക്രമം ഞങ്ങളിതാ എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങൾ തെളിയിക്ക്, അത് എഴുതി കാണിക്ക്. നിങ്ങൾക്ക് തിന്നാൻ കഴിയാത്തതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യ? ഞങ്ങൾ പറയുന്നു ഇതാ വിളമ്പി തന്നിരിക്കുന്നു, തിന്നോ. നിങ്ങൾക്ക് തിന്നാൻ തോന്നുന്നില്ല, ഇത് ഞങ്ങൾ ഉത്തരവാദിയാ. പിന്നെ ഞങ്ങൾക്ക് ഭയം. എങ്ങനെ? 10 തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ ഭയം, 100 തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ ഭയമില്ല. ഭയങ്കര ഭയാണല്ലേ. ഈ ലോകത്ത് എന്ത് തെളിവ് നിങ്ങൾക്ക് ഉദ്ധരിക്കാണ്ടോ അതൊക്കെ നിങ്ങൾ ഉദ്ധരിച്ചോ, അത് ഞങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭയം. പിന്നെ ഒരു 5 എഴുതിയിട്ട് അത് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയമില്ല. എന്തായി വിളിച്ചു പറയണത്? എങ്ങനെ? ആ ഒരാളെ മുമ്പിൽ കുറെ ആയുധങ്ങൾ വെച്ചിട്ട് ഒരു 100 കത്തി വെച്ചിട്ട് പറയാ ഇത് ഏത് കത്തി എടുത്ത് നീ കുത്തിക്കോ എന്നൊരുത്തം പറഞ്ഞാൽ ഓന് ഭയങ്കര പേടി. മറ്റനോ അത് ആ മൂർച്ചയില്ലാത്തൊരു കത്തിയില്ലേ, അതുകൊണ്ട് മാത്രം എന്നെ കുത്താവും, ഓൻ ഭയങ്കര ധൈര്യശാലി. ഈ പറയണതിനൊരു മര്യാദ വേണ്ടേ? എന്താ പറയണമെന്ന് ആലോചിക്കണ്ടേ? വെറുതെ വിളിച്ചു പറയാ എന്തെങ്കിലും. ഞാൻ പറഞ്ഞ ഭയം എന്നുള്ള പദം എനിക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. പറയുമ്പോൾ ആലോചിക്കണം, ആർക്കാണ് ഭയം, ആർക്കാണ് ഭയമില്ലാത്തത്. ഞങ്ങൾ പറയുന്നു വളരെ കൃത്യമായി, ഈ ആയത്തുകൾ ഉദ്ധരിച്ച് നിങ്ങൾ ചെയ്യുന്നത് പച്ചയായ ശിർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഖബറാളികളുടെ അരികിൽ പോയി അല്ലെങ്കിൽ പോകാതെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന, അത് അള്ളാഹ്ക്ക് നൽകണം എന്ന് പറഞ്ഞ ഇബാദത്താണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ അള്ളാഹിനോട് മാത്രം നടത്തണമെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു സഹാബി മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയ പോലെ ഒരു പൂർവിക പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾ ഉലമാക്കൾ എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. അത് സംവാദ സദസ്സുകളിൽ 4 പ്രമാണങ്ങൾ വ്യവസ്ഥയിൽ നിശ്ചയിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ ഇജ്മാഇനെയും ഖിയാസിനെയും ഒഴിവാക്കി സംസാരിച്ചത് ഇജ്മാ എന്ന ഒരൊറ്റ പ്രമാണം കൊണ്ട് നിങ്ങളുടെ ഷിർക്കൻ വാദത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങൾ കടപുഴകി വീഴുമെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ എഴുതി കാണിക്കുക എന്ന് പറയുന്നത് നിങ്ങളോട് ഞങ്ങൾ അംഗീകരിക്കാം അങ്ങനെ എഴുതാനാണ് പറഞ്ഞത്. അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എഴുതും. നിങ്ങൾ എഴുതി കാണിക്കുക എന്ന വാക്ക് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അംഗീകരിക്കാം എഴുതി കാണിക്കാൻ അടുത്ത സ്റ്റെപ്പിൽ ഹനീഫ മൗലവി ഒന്ന് പറയട്ടെ. നിങ്ങൾ എഴുതുന്നത് അംഗീകരിക്കാം എഴുതി കാണിക്കുക, അങ്ങനെ കണക്ട് ചെയ്ത് പറ.
എഴുതുന്നത് അംഗീകരിക്കാം എഴുതി കാണിക്കുക. ഞങ്ങൾ പറയുന്നു നിങ്ങൾ എഴുതുന്നത് അംഗീകരിക്കാം എഴുതി കാണിക്കൂ. അംഗീകരിക്കാം, നിങ്ങൾ എഴുതുന്നത് അംഗീകരിച്ച് അതുകൊണ്ട് നിങ്ങളുടെ കൊട്ടാരത്തെ തകർത്ത് തരിപ്പണമാക്കും. നിങ്ങൾ എഴുതുന്ന കിതാബിനെ അംഗീകരിക്കാം എഴുതി കാണിക്കൂ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ പറയണം, ഞങ്ങളോട് പറയണം നിങ്ങൾ എഴുതുന്ന കിതാബിനെ അംഗീകരിക്കാം എഴുതി കാണിക്കൂ. അടുത്ത സ്റ്റെപ്പിൽ എഴുതും പ്രായോഗികമാണ്. നിങ്ങൾ അത് മറച്ചു വെക്കുന്നു. ഏത് സ്വീകരിക്കാമെന്നുള്ള വ്യവസ്ഥയെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കിതാബുകളെ സ്വീകരിക്കാമോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതുപോലെ സമ്മതിച്ചതുപോലെ ആ വ്യവസ്ഥയെ നിങ്ങൾ ഒളിച്ചു വെച്ചിട്ട് എഴുതേന്ന് പറഞ്ഞാൽ അത് തിരിയുന്നു. നിങ്ങളുടെ ആളുകൾക്ക് മ്ലാനമായ അവരുടെ മുഖങ്ങൾ അത് സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ എഴുതുന്ന കിതാബുകളെ അംഗീകരിക്കാം എഴുതുമോ എന്ന് ചോദിക്കാൻ ഒരു തൻ്റെ ഇടം കാണിക്കേ. ഞങ്ങളത് കാണിക്കുന്നു. നിങ്ങൾ എഴുതുന്ന കിതാബിനെ അംഗീകരിക്കാം എഴുതുമോ? നിങ്ങൾ എഴുതുന്ന കിതാബിനെ അംഗീകരിക്കാം എഴുതുമോ? ഇല്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്ന കിതാബിനെ അംഗീകരിക്കാം എഴുതുമോ? ഇങ്ങോട്ട് ചോദിക്ക്. എഴുതുമോ എന്നല്ല, എഴുതാം, അംഗീകരിക്കാം എഴുതുമോ എന്ന് ചോദിക്ക്. പിന്നെ നിങ്ങൾ വേറെ പ്രാർത്ഥനയ്ക്കലൊന്നും പോകണ്ട. അതുകൊണ്ട് ഇവിടെ ആർക്കും ഭയം ഉണ്ടായിട്ടല്ല. ഞങ്ങൾക്ക് മർമ്മത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തെയും നിങ്ങളുടെ ആശയത്തെയും തകർക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണ്ട. പുറത്തുള്ള മാനദണ്ഡമൊക്കെ ഒന്ന് അകത്തെഴുതി വെച്ച് നിശ്ചയിക്ക്. പുറത്തും അകത്തൊക്കെ പോകേണ്ടി വന്നത് നിങ്ങൾക്ക് തന്നെയാണ്, പോയതും നിങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കളിച്ചപ്പോൾ ഞാൻ പുറത്തുനിന്ന് കളിച്ചിട്ടുണ്ട്, നിങ്ങൾ അകത്തുനിന്ന് കളിച്ചപ്പോൾ ഞാൻ അകത്തുനിന്ന് കളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രം പുറത്തു പോകാൻ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റൂല എന്ന ന്യായം ശരിയല്ല. ഞാൻ പറയുന്നു, നിങ്ങൾ എന്താ ഈ 10 ഒതുങ്ങുന്നത്? നിങ്ങൾ പറയണ നിങ്ങൾ എന്താ ഈ വിവരക്കേട് തന്നെ വീണ്ടും പറയുന്നത്? 10 അംഗീകരിക്കാൻ ധൈര്യം കാണിക്കുക, എഴുത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ഉദ്ധരിക്കാം. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് ഏത് തഫ്സീർ ഉദ്ധരിക്കാം, ഏത് ഭാഷാഗ്രന്ഥവും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ആ ഭാഷാഗ്രന്ഥവും നിങ്ങൾ ഉദ്ധരിക്കുന്ന തഫ്സീറും നിങ്ങൾ നിങ്ങളുടെ ഈ പിഴച്ച ശിർക്കൻ വാദത്തിന് തെളിവായി ഉദ്ധരിച്ചാൽ അത് തെളിവല്ല, അത് പ്രമാണമല്ല, അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് ഞങ്ങൾ അവിടെ തെളിയിച്ച് കാണിച്ചു തരും. അവിടെ ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരും. അത് ഇവിടെ എഴുതേണ്ടതല്ല, അത് അവിടെ എഴുതേണ്ടതാണ്. എന്തുകൊണ്ട്? അവിടെ ഏതൊക്കെ തെളിവാണ് നമ്മൾ പറയുക, ഏതൊക്കെ ആയത്താണ് നമ്മൾ ഉദ്ധരിക്കുക, ഏതൊക്കെ ഹദീസാണ് നമ്മൾ ഉദ്ധരിക്കുക എന്ന് നമ്മൾ ഇവിടെ തീരുമാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉദ്ധരിക്കുന്ന തഫ്സീറുകൾ ഏത്, അവിടെ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ ശറഹുകൾ ഏത് എന്ന് ഇവിടെ തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് അപ്രായോഗികത പറഞ്ഞത്. ഇനി തഫ്സീറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും ഒരു തഫ്സീർ മാത്രം പൂർണ്ണമായി അംഗീകരിക്കുക എന്ന ഒരു രീതി അഹ്ലുസുന്ന വൽ ജമാഅയ്ക്കില്ല. ഞങ്ങൾ ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് തെളിയും. പ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഏതാ പ്രമാണം എന്ന് ചോദിച്ചു, ഞങ്ങൾ ഖുർആൻ സഹീഹ ഹദീസ് എന്ന് പറഞ്ഞു. അന്ന് ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾ ഖുർആൻ മാത്രം മതി എന്നാ പറയുന്നത്? നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് മാത്രം തെളിയിക്കണമെങ്കിൽ അതുകൊണ്ട് തെളിയിച്ചു തരാം. ഞങ്ങൾ ഇജ്മാ ഖിയാസ് എന്ന് മാറിയതല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഖുർആൻ കൊണ്ട് തെളിയിക്കാം. അപ്പൊ 3 നിങ്ങൾ ഒഴിവാക്കിയോ? അപ്പോ ഞങ്ങളുടെ വാദം വളരെ കൃത്യമാണ്. ഈ പ്രമാണങ്ങളുടെ കാര്യത്തിൽ ഇക്കാലം വരെ ഇല്ലാത്ത ഒരു പുതിയ വാദം കൊണ്ടുവന്ന് ഇല്ല. ഞങ്ങൾ അത് എഴുതുന്നില്ലെങ്കിൽ സുന്നികളെ, കേരള സുന്നി ജമാഅത്തുകാരെ, നിങ്ങൾ എഴുതുന്ന തഫ്സീറുകളെയും ഭാഷാഗ്രന്ഥങ്ങളെയും ആയത്തിന്റെ ആശയം മനസ്സിലാക്കാൻ ഞങ്ങൾ അംഗീകരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. തൊട്ടില്ലല്ലോ, തൊടട്ടെ. ഞങ്ങൾ തെളിയിക്കും ഇലായവൽ ഖിയാമ ആകാശത്തിന്റെ ചുവട്ടിൽ. അത് നിങ്ങൾ ആവർത്തിച്ചോ. നിങ്ങൾ ഈ ഗോതയിൽ ഇറങ്ങിയ കാലം മുതൽ പിടിച്ചു നിർത്താൻ ഈ പാവങ്ങളുടെ മുമ്പിൽ ഈ ആകാശത്തിന്റെ ചുവട്ടിലും ഖിയാമത്തൊക്കെ പറയണതാണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇതാണ്. നിങ്ങൾ ആശയം മനസ്സിലാക്കാൻ ഭാഷാഗ്രന്ഥത്തെ ഏതിനെ സമീപിക്കുന്നു, തഫ്സീർ ഗ്രന്ഥത്തെ ഏതിനെ സമീപിക്കുന്നു? എത്രണ്ണവും എഴുതിക്കോ, കുറച്ചും എഴുതിക്കോ, കൂടുതലും എഴുതിക്കോ, വളരെ കുറച്ച് എഴുതിക്കോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കും ഞങ്ങൾ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിങ്ങളെ പറയുന്ന ലോക മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കാക്കുന്ന ഒരു പരാമർശമേ ഇല്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ച ആശയങ്ങൾക്ക് ഒരു തഫ്സീറും ഒരു ഭാഷാഗ്രന്ഥവും നിങ്ങളെ ന്യായീകരിക്കാത്തത് കൊണ്ട് നിങ്ങൾ എഴുതാൻ മടിക്കുന്നു. ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങൾ എഴുതുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എഴുതൂല. എങ്കിൽ അത് തന്നെ തിരിച്ചു ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അംഗീകരിക്കാം സുന്നികളെ, നിങ്ങൾ എഴുതുമോ? നിങ്ങൾ ഉദ്ധരിച്ചോളാനല്ല, ഇതിനാ മറുപടി പറയേണ്ടത്. നമുക്കൊരു വ്യവസ്ഥയ്ക്ക് നിൽക്കാം. നിങ്ങൾ ഏത് പറഞ്ഞോ അത് തന്നെ ഞങ്ങളും പറയാം. ഭയം എന്തിനാ? ഭയക്കേണ്ടി വരും. ഇവർ വളയമില്ലാതെ ചാടുന്നവരാണ്. ഇവർ മനസ്സിൽ തോന്നിയത് ആയത്തിൽ ആരോപിക്കുന്നതാണ്. ആ ആരോപണം മനസ്സിൽ മാത്രം നടക്കൂ. അതൊരു ഭാഷാഗ്രന്ഥത്തിലുമില്ല, അതൊരു തഫ്സീർ ഗ്രന്ഥത്തിലുമില്ല. അതുകൊണ്ടാണ് തൊബരി പറയും, അത് പറയും, ഇത് പറയും, ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയണത്. അങ്ങനെ കുറേശ്ശെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു റിസാലയുടെ കാര്യം പറഞ്ഞല്ലോ, അതും അങ്ങനെയൊക്കെ തന്നെയാ. ഒരു ഇത്തിക്കാൻ ഒരു റിസാലയെങ്കിലും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ഭാഷാഗ്രന്ഥത്തിലുണ്ടോ തഫ്സീറിലുണ്ടോ എന്ന് ഞങ്ങൾ അവിടുന്ന് തെളിയിച്ചു തരാം.
ഞങ്ങൾ അവിടുന്ന് തെളിയിച്ചു തരും. ഭാഷ അത് തെളിയിക്കാൻ ധൈര്യമുള്ളതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്ന് നിന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ വരുമോ? ഭാഷാഗ്രന്ഥം കൊണ്ടും തഫ്സീർ കൊണ്ടും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊരു 10 തഫ്സീർ, 11ാമത്തതോ 12ാമത്തതോ അത് പറ്റൂല. നമ്മൾ 10 തഫ്സീർ എഴുതിയിട്ടുള്ളൂ, ആ 10 ഉദ്ധരിക്കാൻ പാടുള്ളൂ. ആ 10ൽ നിങ്ങൾ ഉദ്ധരിച്ച വാദം, നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് വിരുദ്ധമായ ഒരു 11ാമത്തെ തഫ്സീറിന് കണ്ടാൽ അത് പറ്റൂല. നമ്മൾ 10 ആദ്യം എഴുതിയത്. അങ്ങനെ ഒരു വാദപ്രതിവാദം ഉണ്ട്. ഞാൻ ചോദിച്ചില്ലേ, കേരളത്തിൽ ഇക്കാലം വരെ എഴുതിയ വാദപ്രതിവാദങ്ങളുടെ വ്യവസ്ഥ പുതിയ സുന്നികളല്ല, നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സുന്നികൾ എഴുതിയ വ്യവസ്ഥ. അതിലുണ്ടോ ഇങ്ങനെ ഒരു എഴുത്ത്? ഇല്ല. ഇത് നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പുതിയ വേഷം കെട്ടി എഴുന്നള്ളുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് ഞങ്ങൾക്ക് കൃത്യമായി തെളിയിക്കാൻ കഴിയും. കാരണം എന്താ? അള്ളാഹിന്റെ റസൂല് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യാൻ പറഞ്ഞു. ഒരു സഹാബിയും എന്നാ പിന്നെ ഇബ്രാഹിം നബിന്റെ ബിംബം നമുക്ക് പൊളിക്കാം, ഇബ്രാഹിം നബിയോട് തേടാന്ന് പറഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ ബിംബം പൊളിച്ചിട്ട് നൂഹ് നബിയോട് തേടാന്ന് പറഞ്ഞിട്ടില്ല. ബദരീങ്ങളുടെ ബിംബം ഉണ്ടാക്കരുത്, ബദരീങ്ങളോട് തേടാന്ന് മനസ്സിലാക്കിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയ പിഴവാണ്. അത് പിഴവാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ലോകം മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഒരുപാട് തെരുവുകളിൽ ആളുകളെ വികാരം കൊള്ളിക്കാൻ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതൊന്നും ഇനി വിലപ്പോവില്ല. നാട്ടിൽ ജനങ്ങൾ വസ്തുത മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് തെളിവ് പറയാനുണ്ടോ? പ്രമാണം പറയാനുണ്ടോ? പ്രമാണം ഞങ്ങൾ രേഖപ്പെടുത്തി, ഖുർആൻ, സഹിഹായ ഹദീസ്. ഇനി അതിന് ഏത് തഫ്സീറും ഉദ്ധരിക്കാം, നിങ്ങൾക്ക് ഏത് ഉദ്ധരിക്കാം, ഏത് ഭാഷാഗ്രന്ഥവും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. നിങ്ങൾ ഉദ്ധരിക്കുന്ന ഭാഷാഗ്രന്ഥം നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. ഈ പിഴച്ച പച്ചയായ ശിർക്ക് തെളിയിക്കാൻ നിങ്ങൾ വായിച്ച തഫ്സീർ നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങൾ ആണത്തത്തോടു കൂടി അവിടെ തെളിയിച്ചു തരും. അതിനപ്പുറം ഇവിടെ വേറൊരു മാനദണ്ഡം എഴുതേണ്ടതില്ല. അങ്ങനെ 10 തഫ്സീർ അതിന്റെ മുൻഗണനാക്രമം അപ്രായോഗികമാണ്. ഞങ്ങളുടെ ചോദ്യം അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. നിങ്ങളുടെ വാദം ഇത് ശിർക്കാണ്, ഇത് ശിർക്കാണ് എന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ കൂട്ടരെ? ബദരീങ്ങളെ കാക്കണമെന്നോ റസൂലുള്ളാഹ് പിടിക്കണമെന്നോ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണമെന്ന് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്നവരല്ലേ നിങ്ങൾ ഇന്ന് വരെ? ആ ശിർക്കിന്റെ ആരോപണത്തിൽ സ്വഹാബാക്കൾ വിധേയരായില്ലേ, ഇരകളായില്ലേ? താബിഈങ്ങൾ ഇരകളായില്ലേ? കഴിഞ്ഞ തലമുറയിലെ എല്ലാവരും ഇരകളായില്ലേ? ഹിജ്റ 8ാം നൂറ്റാണ്ടിൽ മാത്രം പുറത്തു വന്ന 7 തലമുറയിലെ മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കിയ ഈ വാദം നിങ്ങൾ ഉന്നയിക്കുന്നത് ഖുർആൻ കൊണ്ട് ശരിയല്ല എന്ന് തെളിയിക്കുന്ന ഞങ്ങൾ പറയുന്നത്. നിങ്ങളത് ശിർക്കാണെന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കുകയില്ല. അതിന് നിങ്ങൾക്ക് സാധ്യമല്ല ഖിയാമത്ത് നാൾ വരെ എന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഭാഷ കടമെടുക്കയില്ല, യൗമിൽ ഖിയാമ അത് തെളിയിക്കാൻ സാധിക്കൂല. അത് തെളിയണമെങ്കിൽ എന്ത് വേണം? ഭാഷന്റെ സഹായം വേണം. ഉണ്ടോ? ഭാഷന്റെ സഹായം ഉണ്ടെങ്കിൽ ഒരു ഭാഷാഗ്രന്ഥം എഴുതി. നിങ്ങൾ ഓതുന്ന ആയത്തുകളൊക്കെ നിലനിൽക്കുകയാണ്. ലോകത്തെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ നിങ്ങൾ ഓതുന്ന മുഴുവൻ ആയത്തുകളും നിലനിൽക്കുകയാണ്. ഇതുവരെ വാദപ്രതിവാദത്തിൽ റൂമിലിരുന്ന് എന്തെങ്കിലും എഴുതിയിട്ടുള്ള വ്യവസ്ഥയാണെങ്കിൽ ആ വ്യവസ്ഥ പുതിയതാ. ഖുർആനും സുന്നത്തും ഇജ്മാൻ ഖിയാസും, ഖുർആനും സുന്നത്തും ഇജ്മാൻ ഖിയാസും, നിങ്ങളെ വാദന്ന ഞങ്ങളെ വാദന്ന ഇങ്ങനെ പ്രസംഗിക്കാമോ? സംവാദത്തിൽ ഇങ്ങനെ പ്രസംഗിക്കാനാ? ആ പ്രസംഗത്തിന് വിട്ടുതരില്ല. കേരള സുന്നി ജമാഅത്ത് ഉടലെടുത്തേടം മുതൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സുന്നി ജമാഅത്തുമായി സംവദിക്കുന്നത്. സുന്നി ജമാഅത്തുമായിട്ടാണ് നിങ്ങളിപ്പോൾ സംസാരം. സുന്നി ജമാഅത്തിൻ്റെ പിറവി തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഓട്ടങ്ങളികളും ഒത്തക്കളികളും ഒക്കെ ശരിയാക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കുക. ഏത് ഭാഷാഗ്രന്ഥം നിങ്ങളുടെ ഈ ശിർക്ക് വാദത്തെ അംഗീകരിക്കുന്നുവെന്ന് എഴുതാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ തയ്യാറെന്ന് എഴുതൂ, ഇല്ലെങ്കിൽ തയ്യാറില്ല എന്ന് പറ, തുറന്നു പറ. ഏതെങ്കിലും തഫ്സീർ എഴുതാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ തയ്യാറുണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ തയ്യാറില്ല എന്ന് പറ. അതിനാണത്വം കാണിക്കേണ്ടത്. ഒന്നുകിൽ തയ്യാറുണ്ട്, അല്ലെങ്കിൽ തയ്യാറില്ല. തയ്യാറില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിരിയാ. പിരിയമ്മലെത്തിയില്ലേ? ഇവർക്കാണ് പോക്ക്. തയ്യാറുണ്ട്, തയ്യാറുണ്ട്, തയ്യാറുണ്ട്. ഭൂമിക്ക് മുകളിലുള്ള ഏത് തഫ്സീർ വെച്ചും നിങ്ങളുടെ പിഴച്ചവാദം തെറ്റാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട്. പിന്നെ കേരള സുന്നി ജമാഅത്തിന്റെ മദീനെ പറ്റി പറയല്ലേ. കാരണം ഒപ്പമുള്ള എത്ര ആളുകളുടെ ജുമാ സഹിഹാ നോക്കിയാൽ മതി. ഒപ്പമുള്ള എത്ര ആളുകളുടെ ജുമാ സഹിഹാ നോക്ക്. എന്നിട്ടാ കേരള സുന്നി ജമാഅത്തിന്റെ വമ്പ് പറയണത്. ഒരു മണ്ണാർമല മൗലവീന്റെ ജുമാ ഉണ്ടാവും, നിങ്ങളെയും ജുമാ ഉണ്ടാവും, ബാക്കിയൊക്കെ ഏതാണ്ട് ബാത്തിലാ. കൂടിയിരിക്കണതിൽ ഭൂരിപക്ഷ ആളുകളും ജുമാ ബാത്തിലാന്ന് പറയുന്ന ആളുകൾ ഞങ്ങൾ. എന്നിട്ട് ഈ പാവങ്ങൾ ഇതൊന്നും അറിയാതെ സുന്നി ജമാഅത്ത്. എന്നിട്ട് പോരെങ്കിലോ ഒരു പള്ളി തിരക്കാണെങ്കിൽ ഒരു ജുമാ കഴിഞ്ഞാൽ എല്ലാവരും പോവാ. എന്നിട്ട് രണ്ടാമത് ഖത്തീബ് ബിന്ദറിന്റെ മുകളിൽ കയറി വാളക്കെടുത്ത് അൽഹംദുലില്ലാഹ് ഈ ജാതി ഫത്വയൊക്കെ കൊടുക്കുന്ന ആളുകളല്ലേ. ഞങ്ങൾ കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. 5 അല്ല 10 അല്ല 100 അല്ല. ഭൂമി മലയാളത്തിലുള്ള ഏത് തഫ്സീർ നിങ്ങൾ എടുത്തോ, നിങ്ങളുടെ വാദം തെറ്റാന്ന് ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ 5 എടുക്കാൻ പാടുള്ളൂ, 6ാമത്തെ എടുക്കരുതെന്നല്ല.
നിങ്ങൾ 10 എടുക്കരുത്, 11 എടുക്കരുത് എന്നല്ല. നിങ്ങൾക്ക് ലോകത്ത് എത്ര കൊണ്ടുവരാൻ കഴിയും അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നോ. ഇനി പ്രിന്റഡ് ആണെന്നില്ല, കയ്യെഴുത്ത് പ്രതി ഏതെങ്കിലും ഖുത്ബ് ഖാനയിലുണ്ട്, അതും എടുത്ത് നിങ്ങൾ കൊണ്ടുവന്നോട്ടല്ലേ, അതും കൊണ്ടുവന്നു. നിങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തതിന്റെ അതും കൊണ്ടുവന്നോ. എന്നാലും ഇത് പച്ചയായ ശിർക്കാണ് എന്ന് അള്ളാന്റെ ഖുർആൻ വെച്ചിട്ട് നിങ്ങൾ തെളിയിച്ചു. ഹദീസ് ഇതുവരെ ഒരാളും ചെയ്തില്ല. നിങ്ങൾ ഈ ചെയ്ത പണി ഞാൻ പറഞ്ഞില്ലേ, ഈ ഭീമാപള്ളിന്റെ അതുപോലെ അവിടെ മുനമ്പത്ത് ഈ ജാതി ബീവിമാരെ മുമ്പ് പോയി ബീവി രക്ഷിക്കണേ കാക്കണേ എന്ന് പറയുന്ന ഏർപ്പാട് ലോകത്ത് ഒരു ഭൂമിനും പഠിപ്പിക്കാത്തതാണ്, ഒരു സഹാബിയും ചെയ്യാത്തതാണ്, ഒരു നബിയും പഠിപ്പിക്കാത്തതാണ്. നിങ്ങൾ ഉണ്ടാക്കിയ പിഴച്ചവാദാണ്. അത് നിങ്ങൾ ആദ്യം ഇസ്തിഗാസ എന്ന് പറഞ്ഞു, ഞങ്ങള് ഇടത്തുനിന്നും വലത്തുനിന്നും കൂത്തി നേരെയാക്കിയപ്പോ നിങ്ങളെ ഇസ്തിശ്വാമക്ക് ചാടി. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ തയ്യാറാണ് എന്ന് ആവർത്തിക്കണമെന്നല്ല ഞങ്ങളോ ഇവിടെ ഇരിക്കുന്നവരോ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ആ തയ്യാറാകുന്നത് എന്നാണ്. നിങ്ങൾ തെളിയിക്കും, അത് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഞങ്ങളും തെളിയിക്കും. ഏത് ഭാഷാഗ്രന്ഥം, ഏത് തഫ്സീർ ഗ്രന്ഥം അതിവിടെ ഒന്ന് രേഖപ്പെടുത്താൻ തയ്യാറാണോ എന്നാ. അത് ഞങ്ങൾ അംഗീകരിച്ച് അതിലൂടെ തന്നെ നിങ്ങളെ ഖണ്ഡിക്കാം. കാരണം ഖുർആൻ നിങ്ങളെ സാധൂകരിക്കുന്നില്ല, ഒരു മുഫസ്സിറും നിങ്ങളെ ന്യായീകരിക്കുന്നില്ല. അപ്പൊ തയ്യാറാണ് എന്നതിന് മറുപടി പറയേണ്ടത്, നിങ്ങൾക്ക് നല്ലവണ്ണം മർമ്മത്തിൽ തൊട്ട് സംസാരിക്കാനുള്ള ദാരിദ്ര്യമുണ്ട്. അത് ഈ പ്രബുദ്ധമായ സമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ അൽഹംദുലില്ലാ ഒക്കെ നീട്ടി പറയണുണ്ട്. ഞങ്ങൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് മർമ്മത്തിൽ തൊട്ട് മറുപടി പറയാൻ നല്ലവണ്ണം ദാരിദ്ര്യമുണ്ട്. നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ പുറഞ്ചാടി പറയണം. ഞങ്ങൾക്ക് ഈ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദിക്കുന്നതിന് മറുപടി പറയാതെ വ്യവസ്ഥയ്ക്ക് നിൽക്കൂല നിങ്ങൾ എന്നുള്ള നിങ്ങളുടെ എക്കാലത്തെയും ആ ധാരണ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ തയ്യാറാകേണ്ടത്? നിങ്ങൾ ഏത് ഭാഷാഗ്രന്ഥം ഖുർആൻ മനസ്സിലാക്കാൻ എഴുതിയാലും, ഏത് തഫ്സീർ ഗ്രന്ഥം എഴുതിയാലും ഞങ്ങൾ അംഗീകരിക്കാം, അങ്ങനെ എഴുതൂ. എന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്ന തഫ്സീർ ഗ്രന്ഥം, ഭാഷാഗ്രന്ഥം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ എഴുതാം. എഴുതിയില്ലല്ലോ എന്ന് ചോദിക്കുന്നത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയാത്തത് കൊണ്ടാ. നിങ്ങളെ കളിക്ക് നമ്മളെ കിട്ടൂല. അതുകൊണ്ട് തയ്യാറാണ് എന്ത് മരുത്തക്കാരൻ തയ്യാറായിരിക്കും, അതല്ല. ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങൾ ഭാഷാഗ്രന്ഥവും തഫ്സീർ ഗ്രന്ഥവും എഴുത്. ഇല്ലെങ്കിൽ ആർക്കും മനസ്സിലാകുമല്ലോ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കണം. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വാശിയില്ല, നിർബന്ധമില്ല. ഒരേപോലെ ബാധകമല്ലേ ആ പ്രയോഗികം, അല്ലെങ്കിൽ ഒരേപോലെ ബാധകമല്ലേ തഫ്സീറുകൾ സാക്ഷീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ എതിർക്കുന്ന തഫ്സീർ ഉണ്ടെങ്കിൽ ആ തഫ്സീർ അങ്ങ് എഴുതി വെക്കാലോ. അപ്പൊ ഞങ്ങൾ കുടുങ്ങൂലേ? ഞങ്ങൾ പറയും നിങ്ങൾ എഴുതി വെക്കണ തഫ്സീർ കൊണ്ട് തന്നെ നിങ്ങൾ ഖണ്ഡിക്കുമെന്നാണല്ലോ. തഫ്സീറുകൾ ഞങ്ങൾക്കെതിരാണെങ്കിൽ എഴുത്, ഞങ്ങൾ അംഗീകരിക്കാം. ഞങ്ങൾ പറഞ്ഞല്ലോ ഏത് തഫ്സീറും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റാത്തുണ്ടെങ്കിൽ പറഞ്ഞോ. നിങ്ങൾക്ക് പറ്റാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഞങ്ങൾ പറഞ്ഞു ഏത് തഫ്സീറും നിങ്ങൾക്ക് ഉദ്ധരിക്കാം, ഏത് തഫ്സീറും ഞങ്ങൾ ഉദ്ധരിക്കും. ഇനി നിങ്ങൾ പറ, ശരി ഈ തഫ്സീർ ഒന്നും ഉദ്ധരിക്കാൻ പാടില്ല, അത് നിങ്ങൾ ഉദ്ധരിച്ചാൽ ഞങ്ങൾക്ക് വിഷമാണ് എന്ന് നിങ്ങൾ പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഏത് തഫ്സീറും ഉദ്ധരിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെയോ നമുക്ക് ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് നാദാപുരത്ത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തത്, പൂർണ്ണമായി വ്യവസ്ഥ അംഗീകരിച്ചത്. നിങ്ങളോ നല്ല സമ്പത്തുള്ളത് കൊണ്ടാണ് ഭാഗികമായി അംഗീകരിച്ചത്, അല്ലേ? ഇപ്പൊ അങ്ങനെയാണ് മലയാളത്തിൽ. ദാരിദ്ര്യമുള്ള ആളുകളൊക്കെ അംഗീകരിക്കുക, സമ്മതിക്കുക. ആശയദാരിദ്ര്യമുള്ളവർ, ആശയപരമായി ബലമുള്ളവരോ ഞങ്ങളില്ല പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറാവില്ല എന്ന് പറയാ. മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയല്ല, സംസ്ഥാനക്കാരുണ്ടാക്കിയ വ്യവസ്ഥയാണ്, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തൊന്നല്ല. അത് അംഗീകരിക്കാതെ അപ്പോൾ നിങ്ങളെ എക്കാലത്തെയും ധാരണ തെറ്റാൻ പോവാണ്. നാദാപുരത്ത് തെറ്റി, നാദാപുരത്ത് നിങ്ങളെ പിടിച്ചിരുത്താൻ ഞങ്ങൾ ശ്രമിച്ചു, ഇരുന്നില്ല. ഇനി നിങ്ങൾ ഇവിടെ ഇത് കഴിയുന്നതോടുകൂടി നിങ്ങൾ വലിയ ആളുകളാണ്, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള ആ ധാരണയും തെറ്റാൻ പോവാണ്. നാദാപുരം കഴിഞ്ഞപ്പോഴും ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വന്നിരുന്നെങ്കിലും മൂപ്പര് ഭയങ്കര കളിയാവുമായിരുന്നു. വരാത്തോണ്ടാണ് നിങ്ങൾ ജയിച്ചത്. ഇനിയിപ്പോ വന്നല്ലോ, വന്നിട്ടുള്ള കളിയും ആളുകൾ കണ്ടു. ഈ കളി ഇത്രേ ഉള്ളൂ, പോസ്റ്റും വേണ്ട നിങ്ങൾക്ക്, ബോളും വേണ്ട നിങ്ങൾക്ക്, ഗോളും അടിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് തട്ടാൻ പോലും അറിയില്ല. എന്നിട്ടല്ലേ ഗോൾ അടിക്കലും പെനാൽറ്റി അടിക്കലും ഒക്കെ. പെനാൽറ്റി ഒക്കെ വിദഗ്ധരായ കളിക്കാർക്ക് വരെ ചിലപ്പോൾ മിസ്സായാലുണ്ട്. പിന്നെ ബോൾ അടിച്ച് തട്ടാൻ കഴിയാത്ത നിങ്ങളെ കാര്യം, അതൊന്നും നടക്കാൻ പോടില്ല. അതുകൊണ്ട് ഏത് തഫ്സീറുകൾ എടുത്തോ, ഏത് ഭാഷാഗ്രന്ഥങ്ങൾ എടുത്തോ, ഏതും ഞങ്ങൾ എടുക്കും. പ്രയോഗിച്ച പോരാടാം നമുക്ക് അവിടെ, ആശയം കൊണ്ട്, ആദർശം കൊണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു, ഏതും നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ എതിർക്കാൻ തയ്യാർ. അതുപോലെ പറയാൻ ധൈര്യം ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ ഏത് തഫ്സീർ ഉദ്ധരിച്ചോ ഞങ്ങൾ എതിർക്കാൻ തയ്യാറാണ് ഉണ്ടെങ്കിൽ അതാ പറയേണ്ടത്. ഞങ്ങൾ പറയുന്നു ഏത് തഫ്സീറും ഏത് ഭാഷാഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചോ ഞങ്ങൾ എതിർക്കാൻ തയ്യാർ. തിരിച്ചു പറയാൻ ധൈര്യം ഉണ്ടോ?
1 മണിക്കൂർ നേരം ഭക്ഷണത്തിനും നിസ്കാരത്തിനും സമയം കൊടുത്തപ്പോൾ തിരിയണില്ലേ? 1 മണിക്കൂർ നേരം നിസ്കാരത്തിനും വിശ്രമത്തിനും ഭക്ഷണത്തിനും സമയം കൊടുത്തപ്പോൾ ഒന്ന് പരസ്പരം ചർച്ച ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വരാമായിരുന്നു നിങ്ങൾക്ക് ഈ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരർത്ഥം നിങ്ങൾ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഭാഷാഗ്രന്ഥത്തിൽ അതുണ്ടോ? ഉണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി ഒന്ന്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാദത്തെ സാധൂകരിക്കുന്ന ഏതെങ്കിലും ഒരു തഫ്സീർ അള്ളാഹുവിൻ്റെ ഭൂമി മണ്ണിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ തഫ്സീർ നിങ്ങൾ ഇവിടെ എഴുതി വച്ചാൽ മതി. ഇത്രേ പ്രശ്നമുള്ളൂ അവിടെ. ഇവിടെ പ്രശ്നത്തിന് വളരെ ലളിതമാണ് പ്രശ്നം. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് നിരന്തരം ഉപയോഗിക്കുന്ന ഈ അർത്ഥം ഏതെങ്കിലും ഒരു ഭാഷാഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ ആ ഭാഷാഗ്രന്ഥമേത് എന്ന് നിങ്ങളൊന്ന് എഴുതിത്തന്നാൽ മതി. നിങ്ങൾ പറയുന്ന ആശയം ഏതെങ്കിലും ഒരു തഫ്സീർ കൊണ്ട് സ്ഥിരീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ തഫ്സീർ ഏത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. എഴുതാം, വിഷയം തീർന്നു. അതേ ഗ്രന്ഥം കൊണ്ട്, അതേ തഫ്സീറിൻ്റെ ഗ്രന്ഥം കൊണ്ട് നിങ്ങളുടെ വാദം സമ്പൂർണമായ അബദ്ധമാണെന്നും ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ള മുസ്ലിം തലമുറകൾക്ക് പരിചയമില്ലാത്തതാണെന്നും മഹത്തുക്കളായ സ്വഹാബത്തിൻ്റെ നെഞ്ചകത്തിലേക്ക് വരെ ഷിർക്കിൻ്റെ ആരോപണം ഉന്നയിക്കുന്ന, ഷിർക്ക് ചെന്ന് തറക്കുന്ന ഭീകരമായ വാദമാണ് നിങ്ങളുടേത് എന്നും കേരള സുന്നി ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ തെളിയിച്ചിരിക്കും. അതിന് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക, അത് പറയുക, അത് സമ്മതിക്കുക. അതാ ആർജവം തെളിയിച്ചത്. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ ഈ വാദത്തിനെതിരെ, ഈ തൗഹീദിൽ അടിയുറച്ച വാദത്തിനെതിരെ നിങ്ങൾക്ക് എന്ത് ആയുധം ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ. ആ അങ്കത്തട്ടിൽ വെച്ച് നിങ്ങളുടെ മുഴുവൻ ആയുധങ്ങളും പൊട്ടിച്ച് കത്തിച്ച് ചാമ്പലാക്കി തരും. ധൈര്യമുണ്ടോ? ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ പ്രയോഗിച്ചോളൂ. ഏതായുധം ഞങ്ങളോട് നിങ്ങൾ പറയണ്ട. ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങളോട്, ധൈര്യമുണ്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്ന ആയുധത്തെ അവിടെ നേരിടാൻ, ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്തുകളെ നേരിടാൻ, ഞങ്ങൾ ഉദ്ധരിക്കുന്ന തഫ്സീറുകളെ നേരിടാൻ, ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഭാഷാഗ്രന്ഥങ്ങളെ നേരിടാൻ, ഞങ്ങൾ ഉദ്ധരിക്കുന്ന അംബിയാഇന്റെ മാതൃകയെ നേരിടാൻ കഴിയില്ല. ഒരു നബിയെ വിളിച്ചിട്ടില്ല, അങ്ങക്കറിയാത്. ഒരു നബി ഒരു വലിയനെ വിളിച്ചിട്ടില്ല, അങ്ങക്കറിയാത്. ഒരു സഹാബിയും ഒരു മരിച്ചുപോയ സഹാബിയെ വിളിച്ചിട്ടില്ല, നിങ്ങൾക്കറിയാത്. ഒരു സഹാബിയും അള്ളാന്റെ റസൂൽ വഫാത്തായതിനു ശേഷം റസൂലിനോട് നിങ്ങൾ ഈ പറയണ മാതിരി ശുപാർശയ്ക്ക് വേണ്ടി തേടിയിട്ടില്ല, നിങ്ങൾക്കറിയാത്. നിങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ ആയുധങ്ങളെ, നിങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ ആദർശ പോരാട്ടത്തെ. അതല്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ 10 അല്ല, നിങ്ങൾ 10 കത്തിയെ എടുക്കാവൂന്നല്ല പറയണത്, നിങ്ങൾ 10 വാള എടുക്കാവൂന്നല്ല പറയണത്. ഭൂമി മലയാളത്തിൽ ആ പേനാക്കത്തി മുതൽ പാട്രിയോട്ട് മിസൈൽ വരെ എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എടുത്തോ, ഒക്കെ ഞങ്ങൾ അള്ളാന്റെ കലാം കൊണ്ട് ഊതിപ്പാറ്റി തരും. എന്താണ് നജീബ് മൗലവി, നിങ്ങളെ പറ്റിയൊരു പ്രതീക്ഷ വരിക്കില്ലേ ജനങ്ങൾക്ക്? മറ്റവരൊക്കെ പോട്ടെ, നിങ്ങൾ മൗലാന എന്നുള്ള ഒരു ധാരണ ഉണ്ട്. അത് നിങ്ങൾ ഇല്ലാതാക്കരുത്. അത് ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ മതിയായി. അതുകൊണ്ട് നിങ്ങൾക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാവും നിങ്ങൾ മറ്റുള്ളവരെയും കൂടി ഇടപെടിച്ച് സംസാരിച്ചത്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവർ കൽപ്പിക്കുന്ന ഒരു വിലയുണ്ട്. എന്തൊരു വികലമായ വാദമാണ് പറയുന്നത് ഇവർ വിചാരിക്കും. ഞങ്ങൾക്ക് നജീബ് ഉസ്താദ് ഇരിക്കുമ്പോൾ ഇടപെട്ട് സംസാരിക്കാൻ ബഹുമാനം സൂക്ഷിച്ചുകൊണ്ടും പ്രതിപക്ഷ മര്യാദ സൂക്ഷിച്ചുകൊണ്ടും മർമ്മത്തിൽ തൊട്ട് സംസാരിക്കാൻ കഴിയും. ചിരിക്കാൻ മാത്രം ഇരിക്കുന്ന അനസ് മൗലവിക്കും നസീറുദ്ദീൻ റഹ്മാനിക്കും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വേറെ ആളെ മാറ്റി സംസാരിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മൈക്കൊന്ന് അങ്ങോട്ട് കൊടുക്കാം അനസ് മൗലവിക്ക്. പൊട്ടീഷൻ്റെ വിളംബരം അപ്പം കേൾക്കാലോ, എന്നാൽ കൊടുക്ക. ഞങ്ങൾ കുട്ടികൾ മതി, അതുകൊണ്ടാണ് അതിൽ ബേജാറായിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ചോദിച്ചത് ഇവിടെ നിലനിൽക്കുകയാണ്. നമ്മൾ ഉദ്ധരിച്ചോ ആകാശത്തിൻ്റെ, ഇപ്പോൾ വാദം ആവർത്തിക്കുകയാണ്. വാദത്തിൽ നമ്മൾ പോന്നു. വാദം ആദ്യം വിഷയമെഴുതി, വാദമെഴുതി, ആ വാദത്തെ ന്യായീകരിക്കാൻ തെളിയിക്കാൻ പ്രമാണം എന്തെന്ന് ചോദിച്ചു. ആ പ്രമാണങ്ങളുടെ ആശയം പറയാനുള്ള വഴി എന്ത് എന്ന് ചോദിച്ചു. ഭാഷാഗ്രന്ഥങ്ങൾ കൊണ്ടാണോ തഫ്സീർ ഗ്രന്ഥങ്ങൾ കൊണ്ടാണോ? ഏതോ ആകാമെന്ന് പറയുന്നല്ലോ.
എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഖുർആനിലും ഇവർ പറയുന്നതാണ് ശരിയെന്നും ഞങ്ങൾക്കെതിരാണെന്നും പറയുന്നല്ലോ. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കെതിരെ ആക്രോശം നടത്തിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു തഫ്സീറും എഴുതി വെക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാത്തിലായ വാദത്തെ ഞങ്ങൾ അങ്ങ് തെളിയിക്കും. പിന്നെ കേരളത്തിന് കേട്ടുകേൾവി ഇല്ലാത്തതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ നിങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ വ്യവസ്ഥയ്ക്ക് നിൽക്കുമെന്ന്. നജീബ് ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. ഒരു പ്രതീക്ഷയും ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്നില്ല. വ്യവസ്ഥയ്ക്ക് നിൽക്കൂല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ട് വന്നു പരസ്യമായിട്ട് വ്യവസ്ഥയ്ക്ക് നിൽക്കാതെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്? ഇപ്പോൾ ലൈവായിട്ടും പിന്നീട് റെക്കോർഡായിട്ടും സമൂഹം കേൾക്കണം, അത് കേൾക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഉദ്ധരിച്ചോ എന്നതിൻ്റെ സ്വാതന്ത്ര്യമല്ല ഇവിടെ ചോദിക്കുന്നത്. ആ ഉദ്ധരിക്കാവുന്നതൊന്ന് എഴുതൂ. നിങ്ങൾ എഴുതുന്ന ഭാഷാഗ്രന്ഥം കൊണ്ടും തഫ്സീർ ഗ്രന്ഥം കൊണ്ടും തന്നെ ഞങ്ങൾ നിങ്ങളുടെ വാദത്തെ തകർക്കാം. അതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നത് ഞങ്ങൾ അംഗീകരിക്കാം, എഴുതൂ എന്ന് പറയൂ, അപ്പോൾ എഴുതാം. ഇതിനാണ് യെസ് ഓർ നോ പറയേണ്ടത്. ഒന്നുകിൽ ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങൾ എഴുതൂ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പറയൂ. അംഗീകരിക്കാം, എഴുതാൻ പറയൂ. ഞാൻ പറഞ്ഞു ഞങ്ങൾ കൂട്ടായി തന്നെയായി പറയുന്നത്. പിന്നെ കഴിഞ്ഞ ഇവിടെ 2-3 ആൾക്കാർ മറ്റുള്ളവരെ സംസാരിക്കാത്തതുകൊണ്ട് ഓരൊക്കെ പൊട്ടീസ് പറയും എന്നാണെങ്കിൽ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പൊട്ടീസൊക്കെ പറയുന്നുള്ളത് കൊണ്ടാവും മൂപ്പര് തരാതിരുന്നത് മൈക്കല്ലേ. ഉപ്പുള്ള ആളുകൾക്കൊന്നും നജീബ് മൈക്ക് തരാതിരുന്നത് പൊട്ടീസ് പറയുമെന്ന് കരുതിയിട്ടാവും. അത് പോട്ടെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ധൈര്യത്തോടെ തയ്യാറാണ്. എന്താ കാരണം? ഞങ്ങൾ ജമിയത്തുൽ ഉലമ കൊടുത്ത കത്തിന് തന്ന മറുപടി ആയത്. എന്നാൽ കേരള ജമിയത്തുൽ ഉലമ സത്യാന്വേഷണ വേദി വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് വ്യവസ്ഥ തയ്യാറാക്കാൻ സന്നദ്ധരാവുകയും കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ഭാഗികമായി മാത്രം ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്തത് കണ്ടില്ലേ? അപ്പൊ ഞങ്ങൾക്ക് പേടിച്ചിട്ടാ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചത്? ഞങ്ങൾക്ക് ഭയപ്പെട്ടിട്ടാ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചത്? ഞങ്ങൾക്ക് ഭയമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്? ഞങ്ങൾക്ക് ഭയമില്ല, അശേഷം ഭയമില്ല. ഞങ്ങൾ നിങ്ങളോട് പറയണ എന്താ? നിങ്ങൾ നാല് തഫ്സീറെ വായിക്കാവൂ, നിങ്ങൾ 4 ഹദീസ് ഗ്രന്ഥങ്ങളെ ഉദ്ധരിക്കാവൂ എന്നല്ല, നിങ്ങൾ 400 ഉദ്ധരിച്ചോന്നാ. ഏത് നിങ്ങൾ ഉദ്ധരിച്ചാലും ഞങ്ങൾ അത് തകർത്ത് തരിപ്പണമാക്കി തരാന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഭയം. 2 നിങ്ങൾ ഉദ്ധരിക്കാവൂ. ഏതിനെ ഉദ്ധരിക്കണ ഏതൊക്കെയാണല്ലോ ഞങ്ങളിപ്പോൾ പറയണം എന്ന് പറയണതോ ഭയങ്കര ധൈര്യം. നിങ്ങൾ ആ ശബ്ദധാരാവലിയും അതേപോലെ ഉള്ള മലയാള ഡിക്ഷണറികളിലൊക്കെ അർത്ഥമൊക്കെ ഒന്ന് മാറ്റി എഴുതണം. ഏതായാലും നിങ്ങൾക്ക് പരിഭാഷ ഏതായാലും പറ്റൂലല്ലോ. അപ്പോ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഏതും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ഇനി ഏതും ഞങ്ങൾ ഉദ്ധരിക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങൾക്ക് പറ്റാത്ത ഏതൊക്കെയാ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾക്ക് പറ്റാത്ത തഫ്സീർ ഏതൊക്കെയാ? അത് നിങ്ങൾ പറഞ്ഞോ. അത് മാറ്റി വെക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾ പറഞ്ഞോളൂ. ഏത് തഫ്സീർ ഉദ്ധരിക്കാം എന്ന് പറഞ്ഞതിൽ നിന്ന് ഇന്ന തഫ്സീറുകൾ മാറ്റി വെക്കേണ്ടതാണ്, അവ ഞങ്ങൾ പരിഗണിക്കാം, ആലോചിക്കാം. നിങ്ങൾ പറഞ്ഞോളൂ. അത് 10 എഴുതിയോ? 10 അതിന്റെ മുൻഗണനാക്രമം എഴുതിയോ? ഇല്ലല്ലേ? 2 മിനിറ്റ് കൊണ്ട് നടക്കുന്ന കാര്യം ഇതുവരെ നടന്നിട്ടില്ല. 10 തഫ്സീർ അതിന്റെ മുൻഗണനാക്രമവും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങളുടെ ഒരു സൗകര്യമാണ് കുട്ടികളെ. ഇത് വലിയൊരു സൗകര്യ. മധ്യസ്ഥന്മാർ 2 കക്ഷികൾ, അവർക്ക് ഇടപെടാൻ നിവർത്തില്ല, സദസ്സിന് ഇടപെടാൻ നിവർത്തില്ല. 2 മിനിറ്റ് നിശ്ചയിച്ചും വെച്ചു. അത് കഴിയോളം ഒരു 2 മിനിറ്റ് പറയാനാണ് നിങ്ങൾ ഈ സാഹസപ്പെടുന്നതല്ലേ? നാദാപുരത്തതും അപ്പുറത്തതും ഇപ്പുറത്തും ഒക്കെ പറയാൻ ധൈര്യമുണ്ടെങ്കിലോടോ അന്ന് എഴുതിയിട്ടുള്ള ആ വ്യവസ്ഥയിലെ എല്ലാ കത്തുകളും വായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് ശരിയായൊരു വ്യവസ്ഥ വെക്കാം. ഇപ്പോഴല്ല, അതൊരു വ്യവസ്ഥ വെക്കാം. അത് വേറെ വ്യവസ്ഥ വെക്കണം. നിങ്ങളിപ്പോൾ സംസാരിക്കാൻ വന്നിട്ട് തൗഹീദ്, ശിർക്ക്, പ്രാർത്ഥന എന്ന് പറയുന്ന ഈ 3 വിഷയത്തിൽ നിങ്ങൾ ഉന്നയിച്ച വാദം തെളിയിക്കുന്നതിന് വേണ്ടിയാ. അതിൻ്റെ പ്രമാണത്തെക്കുറിച്ച് ആ ചർച്ച. അതിന് വിഷയദാരിദ്ര്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത് 2 മിനിറ്റാ. ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് പ്രമാണം ഇന്നതാണെന്ന് 2 നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചു. ഖുർആനെ നിങ്ങൾ ഭാഷാഗന്ധം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുവോ നിങ്ങളുടെ വാദം? ഏതെങ്കിലും ഒരു തഫ്സീർ ഗ്രന്ഥം ഉദ്ധരിക്കാൻ കഴിയുമോ നിങ്ങളുടെ വാദം? കഴിയില്ല. അത് കഴിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് പറയാൻ കഴിയാത്തത്. ഇന്ന തഫ്സീർ ഗ്രന്ഥം കൊണ്ട്, ഇന്ന ഭാഷാഗന്ധം കൊണ്ട് ഒരൊറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ? എല്ലാം എടുത്തോ, ഏതും എടുത്തോ, എന്തും എടുത്തോ, ഏത് ആയുധം എടുത്തോ എന്ന് പറയാ. ആയുധം ഏതെന്ന് പറയണില്ല, ഏതായുധം എന്ന് പറയും വേണ്ട. എടുത്തോ എടുത്തോ എടുത്തോ. ഇതിലെന്താ കഥ? കേൾക്കുന്ന മനുഷ്യന്മാർക്ക് അന്തല്ലേ? ചോറ് തിന്നുന്നവരല്ലേ? ചെവിടിയാണോ തലയിൽ? എല്ലാം തിന്നുന്നവരില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ അങ്ങനെ പറയുന്നത് പറഞ്ഞോളൂ. ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്.
നിങ്ങൾ ഈ പറയുന്ന വിദണ്ഡവാദം ഏതെങ്കിലും മഖാമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാത്മാക്കളെ ശവം എന്ന് വിളിച്ചുകൊണ്ട് തോന്നിയാസം പറയാനും അവിടെ പോയിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും അവിടെ കൊണ്ടുകൊണ്ട് ഇസ്തിശ്വായ നടത്തുകയും ചെയ്യുന്ന ആളുകളെ ശിർക്കാണെന്ന് പറയാനും കിട്ടുന്ന 2 മിനിറ്റ് അവസരം ഉപയോഗിക്കുന്ന നിങ്ങൾ വാദപ്രതിവാദത്തിൽ അപ്പുറം വഴിതെറ്റും. അങ്ങനെ വഴിതെറ്റാതിരിക്കാനാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. വ്യവസ്ഥ പറ. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഇന്ത്യ ചൈനയുടെ പ്രസിഡന്റിനോട് പറയാണ്, നിങ്ങൾ 10 തോക്ക്, 2 ടാങ്ക്, 3 കുതിര പട്ടാളക്കാർ, ഇവരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചൈനക്കാർ പറയണം, നിങ്ങൾ ലോകത്ത് എന്തൊക്കെ ആയത് നിങ്ങൾക്ക് കിട്ടുമോ അതൊക്കെ ഉപയോഗിച്ചോളൂ. നമ്മൾ പറയാ, എന്താ ഇന്ത്യക്കാരെ ധൈര്യം. ചൈനക്കാർക്ക് ഭയങ്കര പേടിയാട്ടോ. കാരണം ഓല് ഏത് ആയുധം ഉപയോഗിച്ചോന്നല്ല പറയണത്. നമ്മൾ 2 തോക്കും 3 വാളും 2 കുന്തം ഉപയോഗിക്കാമെന്ന് നമ്മൾ പറയണത്. അപ്പൊ നമുക്ക് ഭയങ്കര ധൈര്യം. ഈ മറ്റേയാൾ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് നിങ്ങളിത് പറയില്ലെന്നാണ്. നിങ്ങളത് പറയാൻ പാടുണ്ടായിരുന്നില്ല. മറ്റേയാൾ പറഞ്ഞത് ഓക്കെ, പക്ഷെ നിങ്ങളെ വായിന്നത് കേൾക്കാൻ പാടില്ലായിരുന്നു. പിന്നെ അവിടെ പോയി പ്രാർത്ഥിക്കല് അല്ലേ? അവരോട് പ്രാർത്ഥിക്കൽ നിർത്തിയോ? അവിടെ പോയി പ്രാർത്ഥിക്കാന്ന് നിങ്ങൾ പറഞ്ഞത്. അവരോട് പ്രാർത്ഥിക്കല ഞങ്ങൾ എഴുതിയത്. നിങ്ങൾ മാറുകയാണ്. അവിടെ പോയി പ്രാർത്ഥിക്കലും ഇസ്തിശ്വായ നടത്തലും, അവരോട് പ്രാർത്ഥിക്കലും ഇസ്തിശ്വായ നടത്തലുക. എന്താ ഇപ്പൊ അത് മാറിപ്പോയത്? മാറിയത് ഞങ്ങൾ തെളിവ് പറഞ്ഞപ്പോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഏതും നിങ്ങൾക്ക് ഉദ്ധരിക്കാം, ഏത് തഫ്സീറും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും തഫ്സീർ ഉദ്ധരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ തഫ്സീർ ഉദ്ധരിക്കാൻ പറഞ്ഞോട്ടല്ലേ? ഏത് തഫ്സീറാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പ്രയാസം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. ആ തഫ്സീർ നിങ്ങൾ എഴുതിക്കോ. ഇന്ന തഫ്സീറുകൾ ഉദ്ധരിക്കാൻ പാടില്ല, അത് ഞങ്ങൾ ഉദ്ധരിക്കുന്നില്ല. എന്നിട്ട് ബാക്കി എല്ലാ തഫ്സീറുകളും വെച്ച്, ബാക്കി എല്ലാ ഭാഷാഗ്രന്ഥങ്ങളും വെച്ച് നമുക്ക് അവിടെ വെച്ച് ഈ വാദം തെളിയിക്കാം. ഈ വാദം നിങ്ങളുടെ വാദം പിഴച്ച വാദമാണ് എന്ന് ഞങ്ങൾ അവിടെ വെച്ച് തെളിയിച്ചു തരാം. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. അതാണ് ആദർശപരമായ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ 2 തഫ്സീറേ പറയാൻ പാടുള്ളൂ, 10 ഭാഷാഗ്രന്ഥേ പറയാൻ പാടുള്ളൂ, അതിന് ഇപ്പൊ പറയണം. എന്നിട്ടോ പരമ അപ്രായോഗികം എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. മുൻഗണനാക്രമം തെളിയിച്ചു. ഞാനല്ല, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കഴിഞ്ഞ കാലത്തെ മധ്യസ്ഥൻ, കഴിഞ്ഞ പരിപാടിയിലെ മധ്യസ്ഥൻ തെളിയിച്ചു. ഇത് ഭൂമി മലയാളത്തിൽ നടക്കുന്ന കാര്യമല്ല, മൂപ്പരെ കൊണ്ട് ഏതായാലും നടക്കൂല. ഈ പറയലൊക്കെ ഞാൻ പറഞ്ഞ ഇതാ മൗലവീന് പറയണ്ടേ. ഖുർആനും സുന്നത്തുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയാതെ മുസ്ലിം തലമുറയിലെ ഒരു സംഘവും ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ തന്നെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടത്. പിഴച്ചു പോയവരും പറഞ്ഞത് ഞങ്ങൾ ഖുർആനും സുന്നത്തുമാണ് പറയുന്നതെന്നാണ്. നിങ്ങൾ തന്നെ എഴുതി. പക്ഷേ ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടുന്ന മാനദണ്ഡത്തിൽ നിന്നും മാറിപ്പോയി. ഫാദർ അലവി ഇവിടെ വന്നില്ലേ? നിങ്ങൾക്കും ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിരുദ്ധർ ഇവിടെ വന്നില്ലേ? കാദിയാനികൾ വന്നില്ലേ? ഖുർആനും ഹദീസും അല്ലേ പറഞ്ഞത്? അതുകൊണ്ട് സാധാരണക്കാരായ മുജാഹിദ് സുഹൃത്തുക്കളടക്കം മനസ്സിലാക്കണം, ഖുർആനും സുന്നത്തുമാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു കക്ഷി ശരിയാണ്, ഒരു വാദം ശരിയാണ് എന്ന് പറയാൻ പാടില്ല എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞതാണ്. ആ കാര്യത്തിലൊന്നും നിങ്ങളുടെ നേതാക്കന്മാരും നമ്മുടെ നേതാക്കന്മാരും അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇത് നിങ്ങൾ ചില സ്ഥലത്ത് മുട്ടുകുത്തുമ്പോൾ സമ്മതിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ മനസ്സിലാക്കാനുള്ള ഭാഷാഗ്രന്ഥം ഏതാണ്? നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അത് പറ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ പേടിയുള്ള തഫ്സീർ ഏതാന്ന്. ഞങ്ങൾ നിങ്ങളോടാ പറയണത്. നിങ്ങൾ ഏതെഴുതിയാലും, ആകാശത്തിൻ്റെ ചുവട്ടിൽ രചിക്കപ്പെട്ട ഖുർആനിൻ്റെ ഏത് തഫ്സീറുകൾ എഴുതിയാലും ഞങ്ങൾ അതുകൊണ്ട് തെളിയിക്കുമെന്ന് പറയുന്നത് ഉമൂമാണ്. ഏതുകൊണ്ടും നിങ്ങൾ എഴുതൂ. വിഷമമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എഴുതാത്തത്? പിന്നെ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന തഫ്സീർ ഭാഷാഗ്രന്ഥം അംഗീകരിച്ചുകൊണ്ടും അത് മുന്നിൽ വെച്ചുകൊണ്ടും ഇത് വ്യവസ്ഥയാണ്. നിങ്ങൾ വ്യവസ്ഥയെ ആയുധമാക്കി തെറ്റിദ്ധരിച്ച് പുകമറ സൃഷ്ടിച്ച് നമ്മൾ 2 പേരും പോകേണ്ട വഴി നിശ്ചയമാണിത്. അതുകൊണ്ട് നിങ്ങൾ എഴുതുന്ന ഭാഷാഗ്രന്ഥം ഏതോ തഫ്സീർ ഗ്രന്ഥം ഏതോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കും, തെളിയിക്കും. അള്ളാഹുവിൻ്റെ ഖുർആനും ഒരു തഫ്സീറും നിങ്ങൾക്ക് സാധൂകരിക്കുന്നില്ല, നിങ്ങൾ ന്യായീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളോട് പറ. ഇതല്ല ഈ സമൂഹത്തോട് നിങ്ങളോടും പറയുന്നത്. ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങൾ എഴുതൂ തഫ്സീർ. ഒരു തഫ്സീറും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ എഴുതാൻ മടിയില്ല, ഞങ്ങൾ എഴുതും. പക്ഷെ അംഗീകരിക്കാം, എഴുതൂ എന്ന് പറയൂ. പറഞ്ഞല്ലോ. നിങ്ങൾ ഇനിയിപ്പോ പറഞ്ഞത് എന്താ? ഏത് തഫ്സീറും നിങ്ങൾ പറഞ്ഞോളൂ. അതിനെ ഞങ്ങൾ പറഞ്ഞത് ഏത് തഫ്സീർ ഉദ്ധരിക്കാം. നിങ്ങൾ പറയുന്നു ഏത് തഫ്സീറാണോ നിങ്ങൾക്ക് വേണ്ട അത് നിങ്ങൾ പറയൂ. ഞങ്ങൾ പറഞ്ഞു ഏത് തഫ്സീർ ഉദ്ധരിക്കാം, ഏത് ഭാഷാഗ്രന്ഥം ഉദ്ധരിക്കാം. അതിൽ നിങ്ങൾക്ക് പറ്റാത്ത വല്ലതുണ്ട് നിങ്ങൾ പറയും. നിങ്ങൾക്ക് പറ്റാത്ത വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ പറയും. 10 എഴുതാൻ കഴിയാത്ത നിങ്ങളാ ബാക്കി പറയണത്. 10 നിങ്ങളെ കൊണ്ട് എഴുതാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ട് നിങ്ങളാണോ ബാക്കി പറയണത്? അപ്പൊ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പറയൂ.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനം, ഈ ആദർശം അത് വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും സംവാദത്തിന് തയ്യാറായത്. നാദാപുരത്തും തയ്യാറായത് അതാണ്. നജീബ് മുസ്ലിയാർ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ഞാൻ നജീബ് മുസ്ലിയാരോട് വ്യക്തിപരമായി ആവശ്യപ്പെടുന്നു, ഈ സംവാദം കഴിഞ്ഞൊരു 5 മിനിറ്റ് ഈ നാദാപുരം വാദപ്രതിവാദത്തിന്റെ കത്തുകളും അതുമായി ബന്ധപ്പെട്ട് വന്ന നുസ്രത്തുൽ അനാമും വെച്ചുകൊണ്ട് ഒരു സംവാദം ഞാൻ തയ്യാറാണ്. ഇത് കഴിഞ്ഞൊരു 5 മിനിറ്റ് നിങ്ങൾ എനിക്ക് സമയം തരണം. ഒരു 5 മിനിറ്റ് അതിന്റെ വ്യവസ്ഥ നമുക്ക് തയ്യാറാക്കാം. അത്രേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. 5 മിനിറ്റ് കൊണ്ട് അതിന്റെ വ്യവസ്ഥ തയ്യാറാക്കി പിരിയാനുള്ള സമയം നിങ്ങൾ നൽകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞിടത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. ഏത് തഫ്സീറും നിങ്ങൾക്ക് ഉദ്ധരിക്കാം, ഏത് ഭാഷാഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ആ തഫ്സീറുകളും ഭാഷാഗ്രന്ഥങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തെറ്റാണെന്ന് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ ഉണ്ടാക്കുന്നല്ല, നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ വെച്ച്, മാനദണ്ഡങ്ങൾ വെച്ച് നിങ്ങൾ ഉദ്ധരിച്ച തഫ്സീർ തെറ്റാണ് എന്ന് ഞങ്ങൾ തെളിയിച്ചു തരും. നിങ്ങൾ ഉദ്ധരിച്ച ഭാഗം സ്വീകരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു തരും. കേരളത്തിലെ എല്ലാ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ആളുകളും വിളിച്ച് പ്രാർത്ഥന എന്ന് എഴുതിയതൊന്നും വെറുതെ എഴുതിയതൊന്നല്ല. മുജാഹിദുകൾ പറഞ്ഞിട്ടൊന്നല്ലല്ലോ കോഴിക്കോട് കാലിയൊന്നും വിളിച്ച് പ്രാർത്ഥന എന്ന് അർത്ഥം എഴുതിയത്. ഓലൊക്കെ എഴുതിയത് അവരും മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അപ്പം വിളിച്ച് പ്രാർത്ഥന ഞങ്ങൾ മാത്രം പറഞ്ഞതൊന്നല്ല, സുന്നികളും പറഞ്ഞതാണ്. നാദാപുരത്തെ വ്യവസ്ഥ റീകണ്ടീഷൻ ചെയ്യുക. ഈ വ്യവസ്ഥയിൽ ചോദിച്ചത് സംസാരിക്കുന്നില്ല. നാദാപുരത്ത് മാത്രമൊന്നുമല്ല, ഇരുവേറ്റിയിലുണ്ടായി. ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് കടക്കാത്തത്? ഞങ്ങൾ അങ്ങോട്ട് കടന്നാൽ ഈ വിഷയത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് അനുഭവമാവില്ല, അല്ലെങ്കിലും കുതറി മാറുവാണല്ലോ. അതുകൊണ്ടാണ് ഇരുവേറ്റിയിൽ നിങ്ങളുടെ മധ്യസ്ഥന്മാർ എഴുതി തന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇരുവേറ്റിയെ പിടിച്ച് കയറും. അതുകൊണ്ടാണ്, ഭയന്നിട്ടല്ല. നാദാപുരത്തെ കത്തുകൾ നിങ്ങൾക്ക് മുഴുവൻ വായിക്കാൻ കഴിയില്ല, ഇരുവേറ്റിയിലെ മധ്യസ്ഥന്മാരുടെ കത്തും വായിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഞങ്ങൾ ഈ വിഷയത്തിൻ്റെ മർമ്മത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്ഥലമോ ഒരു ഉദാഹരണമോ പറഞ്ഞു കിട്ടാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ് 2 മിനിറ്റ് തേക്കാൻ. നിങ്ങൾ ഈ തഫ്സീർ ഉദ്ധരിച്ചോ എന്ന് പറയുന്നില്ലേ? ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ആകാശത്തിൻ്റെ ചുവട്ടിലെ തഫ്സീറുകൾ നിങ്ങൾ ആശയം മനസ്സിലാക്കാൻ ഉദ്ധരിക്കുന്ന തഫ്സീർ ഭാഷാഗ്രന്ഥം ഉദ്ധരിച്ചോ, ഞങ്ങൾ അംഗീകരിക്കാം. ഇതുപോലെ പറയൂ, ഞങ്ങളോട് ഉദ്ധരിച്ചോ, ഞങ്ങൾ അംഗീകരിച്ച് ആ വഴിക്ക് പോകാം. ഇതാണ് സമ്മതിക്കേണ്ടത്. നിങ്ങൾ ഭാഷാഗ്രന്ഥവും തഫ്സീർ ഗ്രന്ഥവും ഉദ്ധരിച്ചോ, ഞങ്ങൾ അംഗീകരിച്ച് ആ വഴിയിൽ വന്ന് നിങ്ങളുടെ ആശയത്തെ തകർത്ത് തരാം. നിങ്ങൾ അല്ലെങ്കിൽ പറയേണ്ടത് ഞങ്ങളോട് പറയൂ, ഭാഷാഗ്രന്ഥവും തഫ്സീർ ഗ്രന്ഥവും ഏതും ഉദ്ധരിച്ചോ, അവതരിക്കുന്നവരെ രേഖപ്പെടുത്തിക്കോ, ഞങ്ങൾ അംഗീകരിക്കാം. ഉദ്ധരിച്ചോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ഉദ്ധരിച്ചോ നിങ്ങൾ തെളിയിക്കും, പിന്നെ വഴിമാറുകയാണ്. നിങ്ങൾ ഉദ്ധരിച്ചോ, ആ ഉദ്ധരിക്കുന്നത് ഏതെന്ന് രേഖപ്പെടുത്തിക്കോ, ഞങ്ങൾ അത് വെച്ച് നിങ്ങളെ കശക്കി എറിയും. അല്ലെങ്കിൽ അതിന് സാധ്യമല്ലെങ്കിൽ ഇതാർക്കും ബോധ്യപ്പെടും, വളരെ വ്യക്തമാണ്. ഞങ്ങളോട് പറയും, ഉദ്ധരിച്ചോ, ആ വഴിയിലൂടെ തന്നെ വരാം. ഇത് വ്യവസ്ഥ നിശ്ചയിക്കലാണ്. രണ്ടുപേരും ഒരേ വഴിയിലൂടെ പോയിട്ട് പിന്നെ അതിൽ നിന്ന് ഏതും തിരഞ്ഞെടുത്ത് നിങ്ങൾ പറഞ്ഞോ, ഒന്നാക്കണ്ട, എത്ര ആക്കിക്കോ, ഉദ്ധരിച്ചോ സമ്മതിക്കാം എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ പറ. പിന്നെ നിങ്ങൾ വല്ലതും വഴി മാറി പറയുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലായിക്കോളും. ആ വഴിമാറ്റത്തെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ പുലരുന്നുണ്ട്. ഞങ്ങൾക്കൊട്ടും നിരാശയില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഏത് തഫ്സീറും നിങ്ങൾ ഉദ്ധരിച്ചോ, ഞങ്ങൾ അംഗീകരിക്കാന്നല്ലേ? നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതി. അതിനെ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഏത് തഫ്സീറും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ഏത് തഫ്സീർ നിങ്ങൾ ഉദ്ധരിച്ചോ, നിങ്ങൾ ഉദ്ധരിക്കുന്ന തഫ്സീറുള്ളത് അങ്ങനെ തന്നെ അംഗീകരിക്കാമെന്ന് നിങ്ങൾ എഴുതി തരണം എന്നാ. അങ്ങനെയാണ് പിന്നെ വാദപ്രതിവാദം വേണോ? നിങ്ങൾ നാട്ടിൽ മുഴുവൻ നടന്ന് പ്രസംഗിക്കണല്ല തഫ്സീറൊക്കെ. അത് തെറ്റാണ്. ആ തഫ്സീർ നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് എന്നാ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് ഖുർആൻ നിങ്ങൾ ചേകനൂരിന് അംഗീകരിക്കേണ്ടി വരില്ല. ഖുർആൻ ഓതിയോണ്ട് ആ ഖുർആൻ ശരിയല്ല എന്നാ ഞങ്ങൾ പറയുന്നത്. ആ ഖുർആൻ ചേകനൂര് മനസ്സിലാക്കിയതുപോലെയല്ല. വസൽമൻ അർസൽന നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ, ഇന്നമാ വലിയക്കുമുള്ള നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ചേകനൂര് മനസ്സിലാക്കി. അത് തെറ്റ്. അതാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അംഗീകരിച്ചു തന്നു നിങ്ങളുടെ അവകാശം അംഗീകരിച്ചു തരുന്നു. എന്തിനുള്ള അവകാശം? ഏത് തഫ്സീറും ഉദ്ധരിക്കാനുള്ള അവകാശം. ഞങ്ങൾ ഏത് തഫ്സീർ ഉദ്ധരിക്കും, നിങ്ങൾ രണ്ടേ ഉദ്ധരിക്കാവുന്നല്ല. ഏത് തഫ്സീറും ഉദ്ധരിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരുന്നു. ഏതും നിങ്ങൾക്ക് ഉദ്ധരിക്കാം, ഏത് തഫ്സീർ നിങ്ങൾക്ക് ഉദ്ധരിക്കാം, ഏത് ഭാഷാഗ്രന്ഥവും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ധരിക്കാൻ പ്രയാസമുണ്ട്, ഇപ്പൊ പറഞ്ഞോ. ഞങ്ങൾ ഉദ്ധരിക്കുന്നതിന് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഇത് നിങ്ങൾ ഉദ്ധരിക്കരുത്, അത് ഞങ്ങൾ ഉദ്ധരിക്കുന്നില്ല പറഞ്ഞോ. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉദ്ധരിക്കാം. പിന്നെ 2 മിനിറ്റ് നിങ്ങളിപ്പോ അത് നിങ്ങൾക്ക് പേടിയായില്ലേ?
2 മിനിറ്റ് കഴിഞ്ഞ പരിപാടിയിൽ ആദ്യം പറഞ്ഞ് ഞാനാ വ്യവസ്ഥ നിശ്ചയിച്ചോ സമയം. കാരണം എനിക്കറിയാം ഞങ്ങൾ സമയം ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഭയാണ്. അന്ന് ഞാൻ പറയേ നമ്മൾ തമ്മിലല്ലേ വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ എന്താ പറയാന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞില്ലേ, ഇവരൊന്നും ഞങ്ങളെ വയൽ കേൾക്കാൻ കിട്ടൂല. 2 ആയത്ത് ഇവർ കേൾക്കണേ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ആയത്തൊക്കെ ഉദ്ധരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം തോന്നി ഇനി അങ്ങനെ വിട്ടുകൊടുത്താൽ ആയത്തൊക്കെ ഓതിയാൽ ആ ജനങ്ങൾക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ അതിന് മറുപടി പറഞ്ഞത് എന്താണ്? നിങ്ങൾ എഴുതുന്ന ഭാഷാഗ്രന്ഥവും തഫ്സീർ ഗ്രന്ഥവും ഞങ്ങൾ അംഗീകരിച്ച് അതേ വഴിയിൽ വന്ന് നിങ്ങളുടെ ആശയത്തെ തകർത്തെറിയും. ഉദ്ധരിച്ചോ അംഗീകരിക്കൂല. ഞങ്ങൾ രേഖപ്പെടുത്താൻ പറ്റിയതേ പറയുന്നത് ഞങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ ചോദിക്കുന്നത് പോലെ നമുക്ക് ഒരേ വഴിയിൽ നിന്നിട്ട് സംസാരിക്കാം. നിങ്ങളെ പോലെയുള്ള ഭാഷാ സാമർഥ്യവും പദസമ്പത്തും വായനയും ഒക്കെ അനീഫ മൗലവിക്ക് ഉണ്ട്, നമുക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് മറുവശത്തേക്ക് പോകാത്തത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു നാദാപുരത്തെ കത്ത് വായിക്കാനുണ്ട്, ഇരുവേറ്റിയിലെ ഞങ്ങളുടെ കത്ത് വായിക്കാൻ നമുക്ക് വേറൊരു വേദി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ വ്യവസ്ഥയാണ്, ആ വ്യവസ്ഥയ്ക്ക് നിങ്ങൾ വഴിമാറി പോകണ്ട. നിങ്ങൾ എഴുതുന്ന ഭാഷാഗ്രന്ഥം ഖുർആനിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഭാഷാഗ്രന്ഥം, ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന തഫ്സീർ ഗ്രന്ഥം ഏതുമാകാൻ ഞങ്ങൾക്ക് ഭയമില്ല. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എല്ലാ തഫ്സീറുകളിലും ഞങ്ങളുടെ ആശയത്തിനും വാദത്തിനും എതിരായ പരാമർശമാണെന്ന് പറയുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വാദത്തിനെതിരെ ഉള്ള പരാമർശമുള്ള തഫ്സീറങ്ങ് എഴുതിക്കോ. ഞങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദത്തെ തകർത്തു തരാം. ഈ ഒരു വിശാലതയും ഈ ഒരു ആർജവമല്ലേ പറയേണ്ടത്?